തൃശൂർ വിയ്യൂർ ജില്ലാ ജയിലിൽ കുഴഞ്ഞു വീണ റിമാൻഡ് പ്രതി ചികിത്സയിലിരിക്കെ മരിച്ചു. തൃശൂർ ചിറ്റിശ്ശേരി സ്വദേശി 35 വയസ്സുള്ള രേഷ് ബാബുവാണ് മരിച്ചത്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നും അന്വേഷണം വേണമെന്നും രേഷ് ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ഞങ്ങൾ കണ്ടപ്പോൾ ആകെ ഇതൊക്കെ ഇട്ടൊക്കെ അപ്പോൾ അവൻ്റെ മുഖപേസ് ഞങ്ങൾ കണ്ടപ്പോൾ എനിക്ക് സംശയം. അന്ന് കണ്ടപ്പോൾ എല്ലാം ആളല്ല, പല്ലൊക്കെ ജാതി, മുഖം ചുണ്ടൊക്കെ കണ്ണുണ്ട്, എന്തൊക്കെ ഒരു ഇതുപോലെ മുഖത്ത് ഇടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ പാടാണ് കാണുന്നത്. അവന് പനി, ഒരു തളർച്ച, തലചിറ്റ് കണ്ടു. ഞങ്ങൾ അങ്ങനെ ആസ്പത്രിക്ക് കൊണ്ടാക്കിയെന്നാണ് പറയുന്നത്. എന്തെങ്ങനെ സംഭവിച്ചെന്നാണ് എനിക്ക് അറിയേണ്ടത്. കാരണം അവൻ്റെ മുഖത്ത് ഇങ്ങനെയൊക്കെ വന്നല്ലോ, അതെന്താണ്, പോലീസുകാരാണോ അതന്നെ അവിടെ ജയിലിൽ കിടക്കുന്ന ആൾക്കാരാണോ, ഇവിടെ കൂടെ ആൾക്കാരുണ്ടാവല്ലോ, അവരാണോ ചെയ്തതെന്ന് അറിയണ്ടോ. MS ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ ഒരു മരണത്തിലേക്ക്, 35 വയസ്സേ ഉള്ളൂ, മരണത്തിലേക്ക് പോകാനുള്ള സാഹചര്യം എന്താണ്? ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം? ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ഈ വ്യക്തി കുഴഞ്ഞു വീണു, രേഷ് ബാബു കുഴഞ്ഞു വീണിട്ട് കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ആരോഗ്യനില വളരെ മോശമായതിനെ തുടർന്ന് ICUവിലായിരുന്നു ചികിത്സയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനിടെയാണ് ഇന്നിപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ഈ സംഭവം, അതായത് ഈ രേഷ് ബാബുവിനെ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം 28-ാം തീയതിയാണ് ഈ കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞ് വിയ്യൂർ ജില്ലാ ജയിലിൽ നിന്നും രേഷ് ബാബുവിനെ നേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആദ്യം തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത സമയത്ത് രേഷ് ബാബുവിനെ അച്ഛൻ ബാബു കണ്ടിരുന്നു. ആ കണ്ട സമയത്ത് രേഷ് ബാബുവിന് മറ്റ് മർദ്ദനമേറ്റതിൻ്റെ പാടുകളോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. അതേസമയം തന്നെ ഈ ആശുപത്രിയിലാക്കിയ ശേഷം പിന്നീട് കണ്ട സമയത്ത് രേഷ് ബാബുവിന് മുഖത്തൊക്കെ തന്നെ ഇടി ഏറ്റതിൻ്റെ തരത്തിലുള്ള പാടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേഹത്തും മർദ്ദിച്ചതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ തന്നെ പറയുന്നത്. ഇക്കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ രേഷ് ബാബുവിന് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ്. ഇദ്ദേഹം വീട് വിട്ടിറങ്ങിയതാണ്. ഏകദേശം 10-30 ദിവസത്തിലധികമായി ഇയാൾ വീട് വിട്ടിറങ്ങിയിട്ട് അതിനുശേഷം തൃശ്ശൂർ നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് വീട്ടുകാർ പോലീസിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസ് ചാർജ് ചെയ്ത് റിമാൻഡിൽ ചെയ്യുകയായിരുന്നു. എന്തായാലും പോലീസ് പറയുന്നത് തങ്ങൾ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ജയിലിൽ വെച്ച് ഏതെങ്കിലും തരത്തിൽ മർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അക്കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടില്ല. നിലവിൽ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഉള്ളത്. മൃതദേഹം ആദ്യം മോർച്ചറിയിൽ പ്രവേശിപ്പിച്ച ശേഷം പിന്നീട് വിദഗ്ധ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുപോയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാലാണ് മർദ്ദനം ഏറ്റിട്ടുള്ളതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും കുടുംബം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. തങ്ങൾക്ക് ഈ മരണത്തിലെ ദുരൂഹത അത് എന്താണെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനം ഈ യുവാവിന് ഏറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അറിയണം, എന്താണ് കൃത്യമായ മരണകാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വേണം എന്നുള്ളതാണ് രേഷ് ബാബുവിൻ്റെ അച്ഛൻ നൽകിയ പരാതിയിൽ പറയുന്നത്.